ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റിയായ ഡേറ്റ്സ് ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഷുഗർ ഒന്നും ഇല്ലാതെ തന്നെ ഹൽവ എളുപ്പത്തിൽ നല്ല ഹെൽത്തിയായ ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പ് 250 ml കപ്പാണ്. അതിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അവനിൽ ഒരു മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് പാലൊഴിച്ച് അരയ്ക്കാൻ പോവുകയാണ് മിക്സിയിൽ വെച്ച്. നിങ്ങൾക്കിപ്പോൾ അവനിൽ വയ്ക്കാത്തവർ കുറച്ച് ചൂട് പാലിലോ ചൂട് വെള്ളത്തിലോ ഒന്ന് സോക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് മിക്സിയിൽ ആവശ്യത്തിന് പാലൊഴിച്ച് അരച്ച് കാണിക്കാം. ഡേറ്റ്സ് അരച്ച് പാനിൽ തന്നെ ഹൽവ ഉണ്ടാക്കുന്ന പാനിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവനിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുത്തത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ഹോട്ട് മിൽക്കിൽ നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല സോക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇത് ചൂടാക്കി അരച്ചതുകൊണ്ട് നല്ലവണ്ണം അരഞ്ഞില്ല, എനിക്ക് ചെറുതായിട്ട് തരിയുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് അരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ അവനിൽ ഒരു 1 മിനിറ്റ് വെച്ചിട്ട് തണുത്ത പാലൊഴിച്ച് അരച്ചാൽ മതിയാകും. ഇതിൽ കുറച്ച് നെയ്യ് കൂടുതൽ വേണം. നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നെയ്യ് ഇട്ടിട്ടുണ്ട്, സ്റ്റൗ കത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ നെയ്യെല്ലാം ഈ ഡേറ്റ്സ് പേസ്റ്റ് നല്ല അബ്സർവ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫ്രഷ് ഡേറ്റ്സിൽ വേണമെങ്കിൽ ഈ സെയിം പ്രോസസ്സ് ഉണ്ടാക്കാം. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഫ്രഷ് ഡേറ്റ്സ് എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് സെയിം പ്രോസസ്സ് തന്നെ ഫ്രഷ് ഡേറ്റ്സ് മിൽക്കിൽ, ഹോട്ട് മിൽക്കിൽ കുറേ സമയം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് സോക്കായി കഴിഞ്ഞിട്ട് ഇതുപോലെ അരച്ചെടുത്ത് ഗീ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. നമ്മുടെ ഗീ എല്ലാം അബ്സർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അഗെയിൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഗീ ഇടുകയാണ്. ഇതെല്ലാം കുറച്ച് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് കുറച്ച് തിക്കാകണ വരെ നമുക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുണ്ട് ഏകദേശം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂണാണ് ഗീ ഒഴിച്ചത് ടോട്ടലായിട്ട്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഒഴിക്കുകയാണ്. ഈ ഒരു 15 മിനിറ്റ്സ് കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത നട്ട്സ് ഇടുകയാണ്, കാഷ്യൂനട്ട്, ബദാമും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ട് മാത്രമെങ്കിൽ അത് മാത്രം ഇടാം. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചിട്ടുള്ള ആ ഗീയൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഇതാണ് കറക്റ്റ്. ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും നേരത്തെ കോൺഫ്ലോർ മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പും മിക്സ് ചെയ്തിട്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഏലക്കപ്പൊടിയും നട്ട്സും എല്ലാം ഇട്ട് ഇതുപോലെ ഗീ നിങ്ങൾ ഒഴിച്ചത് ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഷുഗർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം ശർക്കരയോ പഞ്ചസാരയോ ഇടാം. അതായത് ഡേറ്റ്സ് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യപ്പെടും. എൻ്റെ ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് എനിക്ക് ഷുഗർ ഒന്നും ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണതായിരിക്കും. പിന്നെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തണുത്തിട്ട് നമുക്ക് മുറിച്ച് കാണിക്കാം. ഒരു ടിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിലെടുക്കാം. അല്പം എള്ള് താഴെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയായ ഡേറ്റ്സ് ഹൽവ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഹാഫ് ആൻ അവറിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിയും. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന് മുമ്പിൽ നമുക്ക് ഡേറ്റ്സ് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. നമുക്കിത് നല്ല സോഫ്റ്റും ആണ്. ഇതിന് ഞാൻ ശർക്കര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ 30 മിനിറ്റ്സിൽ നമ്മുടെ ടേസ്റ്റിയായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റും ആണ്, നല്ല ഹെൽത്തിയായി ടേസ്റ്റി ആയതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടോ, നല്ല സോഫ്റ്റാണ്. താങ്ക് യു.